Morning all. Good morning, miss. Good morning, miss. Morning. So there a big game of story big game of vice no ethical and legal issues. Vice no മനസ്സിലായില്ലേ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ അതുവരെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ എന്താണ് ലീഗലായിട്ടുള്ള ഇഷ്യൂസ് എന്നൊക്കെ അല്ലെ നമ്മൾ എന്താണ് സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ എന്ത് ലീഗലിനെ കുറച്ച് എന്താണ് കുറച്ച് വെയിറ്റ് ചെയ്യാനോ അതുകൊണ്ട് എന്താണ് ലീഗൽ ഇഷ്യൂ എന്നത് നമ്മൾ ഉദ്ദേശിച്ചത് ഡൗട്ടുകളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് എന്നാ പിന്നെ എന്താണ് ലീഗൽ ഇഷ്യൂസ് അല്ലെ ലീഗൽ ഇഷ്യൂസ് നിങ്ങളുടെ എത്തിക്കൽ ഇഷ്യൂ എന്താണെന്നുള്ളതൊന്ന് മീൻ ചെയ്യുന്നതെന്ന് ലക്ഷ്മി പറയാമോ എത്തിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് നമ്മൾ അണ്ടർലൈൻ ചെയ്താൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ നോക്കാട്ടെ എത്തിക് ഈസ് സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അപ്പൊ നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അല്ലെ അവരോ എന്താണ് നമ്മുടെ ഓക്കെ മോറൽ അത്രയും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ മതി എന്താണ് അത് മോറലായിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അല്ലെ നല്ലൊരു ഇതുണ്ടായിരിക്കണം അല്ലെ പ്രൊഫഷനുമായിട്ടുള്ള ഒരു നല്ല ധാർമ്മിക ബോധം അവർക്കുണ്ടായിരിക്കും അതാണ് പ്രധാനമായിട്ട് എത്തിക്സ് എന്ന് പറയുന്നത് വീണ്ടും എന്താണ് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ടിൽ എന്താ പറയുന്നത് ഒരുപാട് എന്താണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ മൂന്നും എന്തായിട്ടാ പറയുന്നത് ലീഗൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത് ലോകളാണ് അല്ലെ നിയമങ്ങളാണ് അത്രയും ജസ്റ്റ് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ എന്താണ് ലീഗൽ എന്താണെന്ന് വെച്ചാൽ എന്താണ് അതായത് ലോയാണ് നിയമങ്ങളാണ് പ്രധാനമായിട്ടും ലീഗൽ ആസ്പെക്റ്റിൽ വരുന്നത് അപ്പൊ നിയമവശവും ധാർമ്മികവുമായ വശങ്ങളും കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കേണ്ടത് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് അത് വ്യക്തമായ ഒരു കാരണമാണ് കാരണം ആ ഒരു കാര്യങ്ങൾ കൃത്യതയോടുകൂടി അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇവർക്ക് ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഒരു മാറ്റർ വെച്ചിട്ട് തന്നെ അല്ലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല അല്ലെ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എവിഡൻസ് ഉണ്ടാകും അതുപോലെ തന്നെ എന്താണ് അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം ഉറപ്പുവരുത്താനും സാധിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് എടുത്ത് തുടങ്ങാനുള്ളത് എന്താണ് why it is necessary for hospitals and medical administrator to become aware of ethical and legal aspect of hospital administration അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പവറിലുള്ളവര് ഈ ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ല ഒരു അവബോധം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസ് തുടങ്ങാലോ അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ ഈ
സ്വന്തമായിട്ട് അവിടെ അല്ലെ ഒരു ഹോസ്പിറ്റലിന്റേതായ സ്വന്തമായ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അല്ലെ ഡിസ്പ്യൂട്ടുകളൊക്കെ വരുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നേടാനായിരിക്കാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരുടെ വശങ്ങൾ എന്നുള്ള അല്ലെ എന്തെങ്കിലും കേസൊക്കെ ഫയൽ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുക. ഹോസ്പിറ്റലുള്ളവർക്ക് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇവരുടെ ഡിസിഷനൊക്കെ വരുമ്പോൾ എല്ലാ തീരുമാനങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള ഒരു അവബോധം എന്തിനെ കുറിച്ചെല്ലാം നിയമവശങ്ങളെ കുറിച്ചും അതേമാതിരി തന്നെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും പ്രൊഫഷനോട് അനുകൂലമായിട്ടുള്ള അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചെല്ലാം അവബോധം നല്ല ധാർമ്മിക അവബോധങ്ങളെല്ലാം തന്നെ ആരറിഞ്ഞിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവര് അറിഞ്ഞിരിക്കണം. ഈ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് അപ്പോ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ഇതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും കേസുകൾ വരുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റേഴ്സ് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ നിങ്ങളൊന്ന് ചിത്രം എടുത്ത് നോക്കാം. ആ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിഷന് വരുന്ന പേഷ്യൻസ് എപ്പോഴും എന്താണ് അസുഖങ്ങളുമായിട്ടാണ് വരുന്നത് അല്ലെ. ചിലപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സാധാരണ അല്ലെ നാച്ചുറൽ ആയിട്ടുള്ള അസുഖമായിരിക്കും. ചില കേസുകളെല്ലാം എന്തൊക്കെയായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിഷൻ വരാറ്? ചില കേസ് നേരത്തെ പറഞ്ഞ മാതിരി അഡ്മിഷൻ വരുന്നത് അവരുടെ അല്ലെ സാധാരണയായിട്ടുള്ള നാച്ചുറലി അവരുടെ രോഗം ബാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ അവർ വരുന്നതായിരിക്കും. ചില കേസുകളെല്ലാം ആക്സിഡന്റ് കേസുകൾ, സൂയിസൈഡ് കേസുകൾ, ആക്സിഡന്റ് കേസുകൾ, അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ, ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലുള്ളവരും മറ്റേ അല്ലെ അവര് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നഴ്സുമാരെല്ലാം അറ്റൻഡ് ചെയ്യേണ്ടതാണ് അല്ലെ. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസുകളൊക്കെ വരിക. അപ്പൊ ഈ നിയമ നടപടികൾക്കെല്ലാം തന്നെ ഇവരും കൂടി ബാധ്യസ്ഥരാണ്. അവർക്ക് അല്ലെ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെതായ കുറെ നിയമങ്ങളുണ്ട്. അതേമാതിരി സംസ്ഥാനങ്ങളാണെങ്കിലും ആ സംസ്ഥാനത്തിന് അതിൻ്റെതായ കുറെ നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളിൽ കൂടി തന്നെയായിരിക്കണം അവിടെ ഉള്ള ഹോസ്പിറ്റലിലും അവരുടെ വർക്കുകൾ കാര്യക്ഷമമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട്സ് ആണ് ഇതില് നല്ല ഒരു അവബോധം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള നിയമവശങ്ങളെ കുറിച്ചുള്ള നല്ല അവബോധം ഇവർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. ഫസ്റ്റ് റീസൺ പറയുന്നത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസസ്, അതായത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോൾ. നെക്സ്റ്റ് മിനിമൈസ് സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ്, അതായത് നമ്മളിപ്പോ ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ക്രിമിനൽ ആയിട്ടുള്ള വശങ്ങളൊക്കെ വെച്ച് ഹോസ്പിറ്റൽ അഡ്മിഷന് രോഗികൾ വരുമ്പോൾ അവരുടെ ആ ഒരു പ്രോബ്ലംസ് അത് മിനിമൈസ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ലഘൂകരിച്ചു കൊടുക്കുക. നല്ല നിയമവശങ്ങൾ അറിയുന്ന വ്യക്തികൾക്കാണെങ്കിൽ നമുക്കറിയാം അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവർക്ക് ചില ഫോർമാറ്റുകൾ അല്ലെ രൂപങ്ങൾ അവരുടെ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് അഡ്മിഷനൊക്കെ എടുക്കുക. അപ്പൊ അവർക്ക് നിയമവശങ്ങളെ കുറിച്ച് അറിയാം. ഈ കേസുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിന് ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന നഴ്സുമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ക്രിമിനൽ കേസുകളൊക്കെ വരുമ്പോൾ എവിഡൻസ് ഒക്കെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് ആരുടെയെങ്കിലും അല്ലെ സപ്പോർട്ടീവോട് കൂടിയിട്ട് വേണം ഇത്തരത്തിലുള്ള കേസിൽ കൈകാര്യം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നിയമവശങ്ങൾ ആർക്കറിയാം? ഈ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവർക്ക് അറിയണം. അറിഞ്ഞിരുന്നാൽ മാത്രമേ അത്തരത്തിലുള്ള കേസുകളൊക്കെ മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ലഘൂകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻഷുർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് നല്ല ശുശ്രൂഷയാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് എന്നുള്ള അവബോധം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള അറിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഇൻ ഇന്ത്യ lawyers are very little trained as yet in the complex issue involved in a medical case. സ്പീഡ് കൂടുന്നുണ്ടോ? ഒന്നോടെ പറയാം. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് മെഡിക്കൽ ലീഗൽ കേസ്, കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ലീഗൽ ഇഷ്യൂസ് അല്ലെ. നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ എടുത്തു കഴിയുമ്പോൾ അറിയാം അല്ലെ, നമ്മളിപ്പോ ദിനം പ്രതി പേപ്പറിലൊക്കെ ന്യൂസുകൾ കേൾക്കാം. അവര് അല്ലെ അടുത്തുള്ള നെയ്ബേഴ്സ് വന്ന സ്പീച്ച് അതല്ലെങ്കിൽ എന്തെങ്കിലും അടിച്ചുപറി കേസുകൾ, കൊലപാതകങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ വന്ന് അഡ്മിഷൻ വരാനായിട്ട് സാധ്യത ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെ നിയമവശങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട കേസുകളെ ലഘൂകരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ്.
ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വർദ്ധിച്ചു വരുന്നുണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ലീഗൽ കേസുകൾ. പണ്ടത്തെ കാലത്ത് മാത്രം അസുഖങ്ങൾ മാത്രമായിട്ടല്ല ഹോസ്പിറ്റലിൽ കൂടുതലും അഡ്മിഷൻ വരുന്നത്. ഇങ്ങനത്തെ അല്ലെ ഒരുപാട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസുകൾ, അടിപ്പടി കേസുകളോ തല്ലുവീഴ്ത്തൽ കേസുകളോ അല്ലെങ്കിൽ എന്താ പറയുക ബന്ധങ്ങളിൽ തന്നെ ഒരുപാട് ഇതുകൾ അല്ലെ വഷളായിട്ടുള്ള ജീവിത രീതികളൊക്കെ ആവുമ്പോൾ ബന്ധങ്ങളിൽ തന്നെ ഒരുപാട് ഇഷ്യൂസുകൾ വരുന്നുണ്ട്, സൂയിസൈഡ് കേസുകളൊക്കെ വരുന്നുണ്ട്. അത് കൂടുതൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം നല്ല അവബോധം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്, ഇത്തരത്തിലുള്ള അവബോധം ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് അവരുടെ ഡ്യൂട്ടി ലഘൂകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതായത് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവർക്ക് അറിയാം ഇങ്ങനെയുള്ള കേസുകളാണെങ്കിൽ അത് ഇന്ന റൂൾസിനോട് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകളെല്ലാം അല്ലെ അവര് നേരത്തെ കൂട്ടി ഡോക്ടേഴ്സിനെ നഴ്സുമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ടാവും. ഇന്ന കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇന്ന ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യണം, ആക്ഷൻ മേടിക്കണം. ഇൻ കേസ് അറിയിക്കേണ്ടവരെ ഇൻ കേസ് എന്തെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോലീസുകാരെ അങ്ങനെയൊക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അത് അറിയിച്ചിട്ട് മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമവശങ്ങളെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവര് ആ ഡിസിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഇങ്ങനെയുള്ള വരുന്ന കേസുകളൊക്കെ ലഘൂകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, വലിയ വലിയ മാറ്റേഴ്സ് സൃഷ്ടിക്കുന്നതിന് പകരം കേസുകൾ വരുമ്പോൾ ഇൻ കേസ് പുറത്തുനിന്ന് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്ക് എവിഡൻസുകളുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ലീഗൽ എത്തിക്കാണ്, അതായത് നിയമപരമായിട്ടുള്ള വശങ്ങളാണ് നമ്മൾക്ക് പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങളും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ തന്നെ പറയാം, അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇപ്പൊ ഒരു കേസ്, ഒരു സൂയിസൈഡ് കേസ് നമ്മൾ അഡ്മിഷൻ വന്നേക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കേസ് അഡ്മിഷൻ വന്നാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് മെസ്സേജ് അയക്കുന്നു. എന്താണ് നമ്മളൊരു സൂയിസൈഡ് കേസ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിട്ട് വന്നിരിക്കുന്നത്, അപ്പോൾ എന്ത് മാറ്റർ ആയിരിക്കും അവർ ആദ്യം ചെയ്യുക? പൊതുവെ അങ്ങനെയുള്ള മാറ്റേഴ്സിന് ആദ്യം തന്നെ എന്തെങ്കിലും ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യും. ഓക്കെ, ഇൻഫോം ചെയ്യാൻ പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യും. നെക്സ്റ്റ് ഓക്കെ, ഇൻഫോർമേഷൻ പോലീസ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് മേടിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അല്ലെ എന്തെങ്കിലും എഴുതി തയ്യാറാക്കി കൺസെന്റ് അവർക്ക് എന്തെങ്കിലും അല്ലെ നമ്മള് ഒപ്പ് സഹിതം സാക്ഷ്യപത്രം ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കൺസെന്റ് ചെയ്യുക അതല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് അവിടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് ഒരു ഡിസിഷൻ, അതായത് അങ്ങനെ ഒരു നിയമാവലി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവർ പോലീസിനെ ആദ്യം തന്നെ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അറിയിക്കുന്നത് അല്ലെ. നമ്മൾക്ക് അറിയാം റിസപ്ഷനിസ്റ്റിന് റിലേറ്റീവ്സിനെ അറിയിക്കണം. ഓക്കെ, അപ്പൊ അതായത് റിലേറ്റീവ്സിന്റെ ഒരു അതല്ലേ ഒരു സാങ്ഷനും കൂടിയും അവിടെ ഉണ്ടാവണം. അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ നിയമവശങ്ങളെല്ലാം അറിയുന്നത് കൊണ്ടാണ് നേരത്തെ കൂട്ടി അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് ഇത്തരത്തിലെ കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഓക്കെ ഹോസ്പിറ്റൽ ഡീറ്റെയിലുകൾ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളെ നിയമവശങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ പോലീസിനെ അറിയിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ റിലേറ്റീവിനെ അറിയിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കൺസെന്റ് മേടിച്ചിട്ട് മാത്രമേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കുറെ നിയമാവലികൾ അവർ ഇറക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് വരുന്നു എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. ഓക്കെ, അതായത് തീർച്ചയായിട്ടും ഇൻ കേസ് എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എവിഡൻസ് ഉണ്ട് അല്ലെ, കൺസെന്റ് ചെയ്തിട്ടുണ്ട്, അതേമാതിരി തന്നെ റിലേറ്റീവ്സിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ നമ്മുടെ ഇതായിട്ട് പഠിക്കാനുള്ളതും അത് തന്നെയാണ്. കൂടുതലായിട്ടുള്ള ഈ ലീഗൽ കേസുകൾ വരുന്നത് കൊണ്ട് ഇതിനുമായി ബന്ധപ്പെട്ട നല്ല ലീഗലായിട്ടുള്ള എവിഡൻസ്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് അല്ലെ ഒപ്പിക്ക് ആരെങ്കിലും കണ്ടോ എന്ന് നോക്കും. തീർച്ചയായിട്ടും ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ രോഗിയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നേരത്തെ കൂട്ടി ഇതിനെ കുറിച്ചിട്ടുള്ള അവബോധം, കൃത്യമായുള്ള രീതിയിൽ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ
ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർ നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് മെഡിക്കൽ ലീഗൽ കേസസ് വർദ്ധിച്ചു വരുന്നത് കൊണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള അവബോധം കൂടുതലായിരിക്കണം. അതായത് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നേരത്തെ കൂട്ടി അവര് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെ, ഹോസ്പിറ്റലിൽ തന്നെ ഒരു നിയമാവലി ഉണ്ടാകും, സൈൻ വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇവിടെ അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇനി നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ ഇങ്ങനെ ഉള്ള കേസുകൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് നോക്കാം. ഈ ഒരു കേസുകൾ, അതായത് ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്താണ്, നമുക്ക് ആഫ്റ്റർ എഫക്ട്സുകൾ ഉണ്ടാവും. അല്ലെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നിയമവശങ്ങൾ വരുമ്പോൾ നമുക്ക് എവിഡൻസ് ഒന്നും കാണിക്കാൻ പറ്റാതെ വരും. അപ്പൊ ഇങ്ങനെയുള്ള വശങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് നിയമാവലികൾ നടത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഒപ്പിട്ട് മാത്രമേ അവരെ സ്വീകരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സിനെ അറിയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത്തിരി കൂടെ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നതെങ്കിൽ പോലീസിന് ഇൻഫോം ചെയ്യണം. അങ്ങനെയുള്ള നിയമവടികൾ നിങ്ങൾ ചെയ്തിരിക്കണം എന്ന ഇൻഫോർമേഷൻ നേരത്തെ കുട്ടി ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനുള്ള കാരണം പറയേണ്ടതാണ്, കാരണം മെഡിക്കൽ ലീഗൽ കേസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ പറയുന്നത്, നമുക്ക് ഈ കേസുകളൊക്കെ വരുമ്പോൾ എന്താണ് ക്രിമിനൽ ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെ, നമുക്ക് ലഘൂകരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. കാരണം നമുക്കറിയാം, നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻസ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള സൈനൊക്കെ മേടിച്ചിട്ടാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ പറഞ്ഞു തീർക്കാൻ, ഒത്തുതീർപ്പിനുള്ള കാര്യങ്ങൾ നടപടികൾ ഉണ്ട് എന്നുള്ളതാണ്. Then third one, ensure quality of medical care. നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഈ സേവനം നിങ്ങൾക്ക് അല്ലെ ഈ പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്. എത്ര ഇങ്ങനത്തെ കേസുകളാണെങ്കിലും അവർ എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവരുടെ ധാർമ്മിക ബോധം അത് ആ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളും അവര് പരിഗണിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അവര് പേഷ്യന്റിനെ സൂക്ഷിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പരിഗണന കൊടുത്തിട്ടുണ്ട്. Then India, lawyers are very little trained as yet in the complex issue involved in a medical case. അതായത് നമ്മള് ഇപ്പൊ അല്ലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ലോയേഴ്സ് നമുക്കറിയാം പ്രാക്ടിക്കലി ട്രെയിൻഡ് ആയിരിക്കണം അല്ലെ. ആരെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ വന്ന് അല്ലെ ട്രെയിനിങ് ഒക്കെ നടത്തുന്നു ഇല്ല. അവര് സാധാരണ രീതിയിൽ കുറെ പുസ്തകങ്ങൾ അല്ലെ, അവര് നോട്ടുകളും കുറച്ച് ആക്ടുകളൊക്കെ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ മുമ്പില് ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള സൈനോ അല്ലെങ്കിൽ പോലീസിനെ അതെ എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കും. ആ ഹോസ്പിറ്റലിൽ ഇവര് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആ ലോയേഴ്സിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ലോയേഴ്സിന് കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്തരം ഇഷ്യൂസ് കൈകാര്യം ചെയ്യാനായിട്ട് വശം കുറവാണെങ്കിൽ പോലും ഹോസ്പിറ്റലുകാർ നേരത്തെ കൂട്ടി എവിഡൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള കേസിനാണ് ഇങ്ങനെയാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത്, ഇൻഫോം ചെയ്യേണ്ടവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ബേസിക്കലി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി റിലേറ്റീവ്സിന്റെ സൈൻ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഇഷ്യൂസ് അത് ലോയേഴ്സിന് കുറവാണെങ്കിൽ എവിഡൻസുകൾ ഇവിടെ വ്യക്തമാക്കി കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇൻ ഇന്ത്യ lawyers are very little trained as yet in the complex issue involved in medical case. അപ്പൊ ഇങ്ങനെ ഉള്ള കേസുകളിൽ അവർക്ക് കുറച്ച് കുറവാണെങ്കിൽ കൂടി കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ പകർന്നു കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള എവിഡൻസുകൾ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നല്ല അവബോധമുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഉള്ളവരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുള്ളൂ അല്ലെ. ഇങ്ങനെയുള്ള രോഗികളെ പിന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ച് സാങ്ഷനൊക്കെ മേടിച്ച് എല്ലാ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്ത് ഇവരെ ട്രീറ്റ്മെന്റിന് തയ്യാറാകുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലോയേഴ്സിന് ഇൻ കേസ് കോംപ്ലക്സ് കേസുകൾ ഇഷ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു എവിഡൻസ് ഇവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്ന്. ഓക്കെ, തീർച്ചയായിട്ടും ലോയേഴ്സിന്റെ സൈൻ മേടിക്കലെന്ന് വെച്ചാൽ അത് കേസുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലല്ലേ നമ്മള് ഇത് നേരത്തെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, നേരത്തെ കൂട്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മള് നേരത്തെ തയ്യാറാക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം സില്ലി ലിറ്റിഗേഷൻസ്. അതായത് ചെറിയ ചെറിയ വ്യവഹാരങ്ങൾ, അതാണ് സില്ലി ലിറ്റിഗേഷൻസ്. ചെറിയ ചെറിയ മാറ്റേഴ്സ് ആണെങ്കിൽ അത് പ്രൊഫഷണൽ, അതിപ്പോ നമുക്കറിയാം ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും ലോയേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും അവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ചിലപ്പോ ചില അല്ലെ മനുഷ്യരാണ് ചില അബദ്ധങ്ങളൊക്കെ ചെറിയ തോതിലുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. ചെറിയ അബദ്ധങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ പ്രൂവ് ചെയ്യാൻ അല്ലെ ഇന്ന മാറ്റർ കൊണ്ടാണ് അത് വലിയതാക്കി
കൊടുക്കേണ്ടത്. വ്യവഹാരങ്ങൾ എന്നാണ്, അതായത് എന്തെങ്കിലും സംതിങ് അല്ലെ, എന്തെങ്കിലുമൊക്കെ ഒരു ഇതുകൾ, അതായത് നമ്മൾ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചെറിയ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പ്രാക്ടീസിങ് അല്ലെ കേസുകൾ, എന്തെങ്കിലും ചെറിയ ഒപ്പുകൾ മേടിക്കാതിരിക്കുന്ന അവസ്ഥ വരുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഗതികൾ, നേരത്തെ പറഞ്ഞ മാതിരി കേസുകൾ, അതായത് ഏതെങ്കിലും കേസുകൾ നമ്മൾക്ക് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന ഒരു, ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, പക്ഷെ സൈൻ മേടിക്കാൻ വേണ്ടി ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ അല്ലെ അബദ്ധങ്ങളെല്ലാം അവർക്ക് ഒതുക്കി അല്ലെ പറഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നിയമാവലി ഉണ്ടെങ്കിൽ ആ ഒരു രീതി, ആ നിയമാവലിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്താണ്? ഇൻക്രീസിങ് അവയർനെസ് among the public about the duties and obligations of medical practitioners as well as hospitals. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ കടമകൾ എല്ലാം തന്നെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് പബ്ലിക്കിനും ബോധ്യമാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതായത് നല്ല രീതിയിൽ അല്ലെ ഇങ്ങനെയുള്ള കേസുകൾ ഇവര് ഈ ഹോസ്പിറ്റലിൽ ഇന്ന രീതിയിലാണ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പേടിയാണ് അല്ലെ, അതെന്തുകൊണ്ട് അവിടുത്തെ ചില ചട്ടവട്ടങ്ങളെല്ലാം ശരിയായ രീതിയിൽ ആവണമെന്നില്ല. പക്ഷെ നല്ലൊരു നടത്തിപ്പുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഏത് കേസാണെങ്കിലും നമുക്ക് പേടിക്കാതെ തന്നെ അവിടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കറിയാം ചിലപ്പോൾ സൂയിസൈഡ് കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോഴല്ലേ നമ്മളുടെ ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കുമ്പോൾ കേസ് ആർക്കെങ്കിലും ഇതാണെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സന്നദ്ധരാകും. അപ്പൊ അവർക്ക് അവരുടെ നിയമാവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പബ്ലിക്കിന്റെ മുമ്പിൽ ഹോസ്പിറ്റലിലും ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അതായത് ഇങ്ങനെയുള്ള കേസുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കേണ്ട ചികിത്സ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ട് എന്ന് പബ്ലിക്കിന് അവബോധം കൊടുക്കാനായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ, ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നല്ല അവബോധം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഒരു 5-6 പോയിന്റ് ഉള്ളൂ എങ്കിലും അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട്. അതായത് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത്, ഇങ്ങനെയുള്ള ലീഗലായിട്ടുള്ള ഇഷ്യൂകൾ വരുമ്പോൾ അത് പ്രസന്റിൽ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഹോസ്പിറ്റൽ പവറിലുള്ള അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് നല്ല അല്ലെ നമുക്ക് ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഇവര് നല്ല നല്ല നിയമങ്ങൾ, നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കുള്ളൂ. അതുകൊണ്ട് നല്ലൊരു അവബോധം അവർക്ക് ഉണ്ടായിരിക്കണമെന്ന് അതിന്റെ റിസൾട്ട്. ഇനി ഇതേമാതിരിയുള്ള കുറച്ച് ആക്ടുകളാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും എന്താണ് ഈ ഇതിനെ കുറിച്ചൊക്കെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതാണ്. കാരണം ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ മാത്രമാണ് അല്ലെ, പക്ഷെ അവിടെയുള്ള വർക്കേഴ്സിന് അവരുടെ വേതനം കിട്ടാൻ വേണ്ടിയിട്ട് വേജസ് ആക്ടുകൾ ഉണ്ടാവും. അതേമാതിരി തന്നെ അവിടെ ഉള്ള കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള കുറെ ആക്ടുകൾ ഉണ്ടാവും. അവർ ആ ആക്ടിന്റെ ബേസിലായിരിക്കും ചിലപ്പോൾ കോടതിയെ സമീപിക്കുന്നത്. അപ്പൊ ഈ നിയമവശങ്ങൾ അറിഞ്ഞില്ല എങ്കിൽ ഹോസ്പിറ്റലിന് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ, അവർക്ക് എവിഡൻസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിയമവശങ്ങളെ കുറിച്ച് എല്ലാ അവബോധവും, അതിപ്പോ വേജസിന്റെ കാര്യത്തിലായിക്കോട്ടെ, പേഷ്യന്റിന്റെ സർവീസ് കിട്ടുന്നതിന്റെ കാര്യത്തിനെ കുറിച്ചായിക്കോട്ടെ, അതേപോലെ ഇൻഷുറൻസോ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്ടുകളുണ്ട് അല്ലെ. ഇവിടെ കുറെ ആക്ടുകളുണ്ട്, ബോണസ് ആക്ട് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ആക്ട് ഉണ്ട്, വേജസ് ആക്ട് ഉണ്ട്, മെഡിക്കൽ കൗൺസിൽ ആക്ട് ഉണ്ട്, പിന്നെ അതേമാതിരി ഒരുപാട് അല്ലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകളുണ്ട്. ഈ ആക്ടുകളെ കുറിച്ചിട്ടുള്ള നിയമാവശ്യങ്ങളെല്ലാം തന്നെ ഈ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അറിവുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവർ തമ്മിലുള്ള എന്ത് ഇഷ്യൂസിനെ പരിഹരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയുള്ളൂ. ഇവർക്ക് എവിഡൻസ് കോടതിയുടെ മുമ്പിൽ എന്തെങ്കിലും കേസുകൾ ഇഷ്യൂസുകൾ വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ആക്ടുകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ആക്ടുകളുടേതായ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, പക്ഷെ ജസ്റ്റ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞുപോകുക എന്ന് മാത്രം. ആക്ടിൽ എന്താ പറയുന്നത് അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് ഇതൊന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഈ പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ
ഇൻട്രൊഡ്യൂസ് ചെയ്യാലോ? അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് മെഡിക്കൽ ലീഗൽ കേസ്. ഇങ്ങനെയുള്ള മെഡിക്കൽ ലീഗൽ കേസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മദർ ക്രിമിനൽ സൂയിസൈഡ് ആക്സിഡന്റ് ഒക്കെ ആയിട്ടുള്ള കേസുകൾ എങ്ങനെയാണ് അത് ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. കണ്ടിന്യൂ ചെയ്യാണ്. Is a case of injury or illness where the attending doctor after history taking and clinical examination. Sixth point, increasing awareness among the public about the duties and obligations of medical practitioners as well as a hospital. അതായത് ഹോസ്പിറ്റലിന്റെയും അവിടെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും ഡ്യൂട്ടീസും അതായത് അവരുടെ കടമകളും ജോലികളും എന്തെന്നുള്ളത് കൃത്യമായിട്ട് പബ്ലിക്കിനെ അറിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇൻക്രീസിങ് അവയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അറിവുള്ളത് കൊണ്ട്, അതായത് ലീഗലായിട്ടുള്ള കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അറിയുള്ളത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് ഓക്കെ നമ്മളിങ്ങനെ ഒരു കേസ് വരുമ്പോൾ ചിലരൊക്കെ പകച്ചു നിന്നിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഒരു കേസ്, ഒരു സൂയിസൈഡ് കേസ് ആക്സിഡന്റ് ഒക്കെ കേസൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ പകച്ചു അല്ലെ അവർക്ക് ഒരു ഉൾഭീതിയായിട്ടായിരിക്കും റിലേറ്റീവ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അവർക്ക് അല്ലെ അവിടെയുള്ള ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയിലുള്ളവർക്കൊന്നും ഇതൊന്നല്ല പുതുമയൊന്നല്ല. കാരണം മിക്കപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അവർക്ക് അവരുടെ നിയമവശങ്ങൾ നന്നായിട്ട് അറിയാം അല്ലെ. അവരെന്താ ചെയ്യാ, ആദ്യം തന്നെ കൺസേൺ മേടിക്കേണ്ടവരോട് കൺസേൺ മേടിക്കും. ഇങ്ങനെ കുറച്ചും കൂടി ക്രിമിനൽ ആയിട്ടുള്ള കേസാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുന്നതിനനുസരിച്ച് ഇൻഫോർമേഷൻ കൊടുക്കും. തന്നെ ഇവർക്ക് കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. അങ്ങനെ അവര് അവരുടെ ഡ്യൂട്ടിയിലേക്ക് കടന്നു പോകും അല്ലെ. അപ്പൊ ആ പബ്ലിക്കിന്, അപ്പൊ ഈ കൊണ്ടുവന്ന റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഈ ഹോസ്പിറ്റല് നടത്തിക്കൊണ്ട് പോകണേന്ന് കൃത്യമായിട്ട് അവരെ അറിയിക്കാനായിട്ട് സാധിക്കും. ഇവരുടെ നടത്തിപ്പ് എങ്ങനെയാണ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ആ പ്രവർത്തനം രോഗിക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുന്നുണ്ട്, ലീഗലായിട്ടുള്ള മാറ്റേഴ്സ് എല്ലാം ഇവർ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള നല്ല അവബോധം പബ്ലിക്കിന്റെ ഇടയിൽ കാഴ്ചവെക്കാനായിട്ട് ഇത്തരത്തിലുള്ള അല്ലെ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് നന്നായിട്ട് അറിയുമ്പോൾ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? യാണോ? അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞ മെഡിക്കൽ ലീഗൽ കേസുകൾ അല്ലെ, അത് വർദ്ധിച്ചു വരുന്ന കേസുകൾ, ഇത്തരത്തിലുള്ള കേസുകൾ എങ്ങനെയാ അറ്റൻഡ് ചെയ്യണേ എന്നുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് വായിച്ചിരുന്നു അല്ലെ, നിങ്ങൾ കേട്ടായിരുന്നു. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ അത് ആദ്യം തന്നെ അവരുടെ സാധാരണ നമ്മളിപ്പോ ഒരു രോഗിയെ കൊണ്ടുവന്നേക്കാണ്, ഒരു ആക്സിഡന്റ് കേസായിട്ട് രോഗിയെ കൊണ്ടുവന്നേക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഹിസ്റ്ററി അവർ ചോദിക്കും അല്ലെ, ഡോക്ടേഴ്സ് എന്താണ്, ഇത് എന്ത് സംഭവിച്ചത്, എപ്പോൾ സംഭവിച്ചു, എത്ര നേരമായിട്ടുണ്ട്, നല്ല ഹിസ്റ്ററി അല്ലെ. ഈ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ പെട്ടെന്നുണ്ടായിരുന്ന ആക്സിഡന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഹിസ്റ്ററിയും ഡോക്ടർ ചോദിച്ചറിയും. അതിനുശേഷം ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്താതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ പരിപാടികൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. Then വീണ്ടും consider the investigation by law enforcing agencies are warranted to find out circumstances and fix the responsibility regarding the same. അതായത് ഇവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും ഏജൻസിയെ അല്ലെ അവര് വരുന്നുണ്ട് അല്ലെ, ഈ ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും കേസുകളൊക്കെ ആണെങ്കിൽ അവരും കൂടി അതിന് പങ്കാളിയാകേണ്ടതുണ്ട് അല്ലെ. അവർക്ക് തെളിവുകളൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഡ്യൂട്ടി നിർവഹിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ ലീഗൽ കേസുകളിൽ സംഭവിക്കുന്നത് ആദ്യം തന്നെ രോഗിയെ കുറിച്ചിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആ രോഗിയെ കുറിച്ചിട്ട് ആ രോഗവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററീസ് എല്ലാം ചോദിച്ചറിഞ്ഞ് ആ രോഗിക്ക് വേണ്ട പരിചരണം ഡോക്ടർ കൊടുക്കുന്നതോടൊപ്പം തന്നെ അല്ലെ ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഏജൻസികൾക്ക് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള സാഹചര്യം കൂടിയും അവർ രോഗിക്ക് കൊടുക്കുന്നു എന്നുള്ളത്. ഇതാണ് മെഡിക്കൽ ലീഗൽ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ പ്രത്യേകത. ക്ലിയറായോ? രണ്ട് ഡ്യൂട്ടി ഇവിടെ നിർവഹിക്കുന്നുണ്ട്. ഒന്ന് ഡോക്ടറിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഡോക്ടർ ചെയ്തു തീർക്കുന്നുണ്ട്, ഒപ്പം തന്നെ ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പേഷ്യന്റിനെ അനുവദിക്കുന്നുമുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. സ്ലോ ആണ്, ചാപ്റ്റർ ഇത്തിരി സ്ലോ ആയിട്ട് പോകുള്ളൂ. പക്ഷെ നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി വ്യക്തമായ എന്താണ് ചെയ്യുന്നത്, മെഡിക്കൽ ലീഗൽ കേസുകൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം
ഡോക്ടർ അതിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററീസ് ഒക്കെ ചോദിച്ചതിന് അവരുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം പിന്നെ വീണ്ടും ഏജൻസികൾക്ക് അല്ലെ അവരുടെ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആവശ്യങ്ങൾ അത് നിർവഹിക്കാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും അവർക്ക് ഉത്തരവാദിത്വം നിർവഹിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് മെഡിക്കൽ ലീഗൽ കേസ്. ഏതൊക്കെ തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകൾ വരാം നിങ്ങൾക്ക് തന്നെ വേഗം പറയാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇത് ടോപ്പിക് അവസാനിക്കാം. ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകൾ വരാം? കാരണം നിങ്ങൾ തന്നെ നിങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്താൽ പെട്ടെന്ന് പോകാട്ടോ, അല്ലെങ്കിൽ ഇത് സ്ലോ ആയി പോകും. ഓക്കെ, ആക്സിഡന്റ് കേസുകൾ. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് പറയുന്നത് എന്താണ്? ആക്സിഡന്റ് കേസുകളാണ്. നിങ്ങൾ നോക്കാം. RTA, റെയിൽ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡന്റ്സ് ഓർ എനി അതർ അൺനാച്ചുറൽ ആക്സിഡന്റ്സ്. RTA എന്ന് പറയുന്നത് എന്താണ്? റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഓക്കെ, റോഡ് മാർഗം അല്ലെ, റെയിൽവേ ആക്സിഡന്റ്, പിന്നെ അതേപോലെ ഫാക്ടറികളിലുള്ള ആക്സിഡന്റ് കേസുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് നമ്മുടെ കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. നെക്സ്റ്റ് എന്താണ് പറഞ്ഞു? സൂയിസൈഡ് കാര്യങ്ങൾ അല്ലെ, സസ്പെക്ടഡ് ഹോമിസൈഡ് ഓർ സൂയിസൈഡ്. അതായത് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ സാധ്യതയുള്ള അല്ലെ നമ്മുടെ ആത്മഹത്യാ പ്രവണതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴും അത് എന്താണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകളാണ്. പിന്നെ സസ്പെക്ടഡ് എവിഡന്റ് പോയിസണിങ്, ആൽക്കഹോൾ ഇനോക്സിയേഷൻ. ഓക്കെ, അപ്പൊ അതും ഇതിൽ മാതിരി തന്നെ അല്ലെ, നമ്മൾക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള പോയിസണിങ് കേസുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട ഇൻടോക്സിയേഷൻ ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള കേസുകളും ഇതേമാതിരി തന്നെയുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മള് ഹോമിസൈഡ് എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതകളുണ്ട് അല്ലെ. അത് ഇനോക്സിയേഷൻ എന്ന് പറയുന്നത് ഷോക്ക്, അതായത് ഷോക്ക് കൊടുത്ത് നമുക്ക് ഒരു ആൽക്കഹോൾ ഇനോക്സിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെ, അധിക ലഹരി മയക്കുമരുന്നിന് അടിശ കൊടുത്ത വ്യക്തികളെ കൊല്ലുന്ന ഒരവസ്ഥ അല്ലെ. അങ്ങനെയുള്ള കേസുകളും ഒരു എന്താണ് പ്രത്യേക തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകൾ നമ്മൾ പരിഗണിച്ച് തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ബേൺ ഇഞ്ചുറീസ് ഡ്യൂ ടു എനി കേസ്. ഇലക്ട്രോക്യൂഷൻ, അതായത് ഇലക്ട്രോക്യൂഷൻ എന്ന് പറയുന്നത് ഷോക്ക് കൊടുത്ത് അല്ലെ, നമ്മള് കറണ്ട് അല്ലെ നമ്മളെ അർത്ഥടിപ്പിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറയല്ലേ. അങ്ങനെയൊക്കെയുള്ള പൊള്ളലുകളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ലീഗൽ കേസുകളാണ്. ഫിസിക്കൽ അസാൾട്ട് കേസസ്, അതായത് നമ്മൾക്ക് അറിയാവുന്ന മാതിരി തന്നെ ശാരീരിക ആക്രമണങ്ങൾ അല്ലെ, വീടുകൾ കയറി ഗാർഹിക പീഡനം ഒക്കെ പറയാം. അതേമാതിരി തന്നെ ഫിസിക്കൽ അസാൾട്ട് കേസുകൾ. പിന്നെ ആനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാലേ, എന്തെങ്കിലും മൃഗങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ പാമ്പ് കടിച്ചൊക്കെ വരുന്ന കേസുകൾ. മാസ് ഫുഡ് പോയ്സണിങ്, ഇതെന്താണ്? ഫുഡ് പോയ്സണിങ് അല്ലെ, അടിയുണ്ടാക്കി വരുന്ന കേസുകള്. നിങ്ങൾ പറയുന്ന കേസുകളൊക്കെ തന്നെയാണ്, ഡോഗ് ബൈറ്റ് ഒക്കെ വരുന്ന കേസുകൾ. എന്താണ്? കേസ് ഓഫ് സെക്ഷൽ അറ്റാക്ക്, അതായത് ലൈംഗിക അതിക്രമം വരുന്ന കേസുകൾ. പിന്നെ സസ്പെക്ടഡ് ഓർ ഒബീവിയസ് ക്രിമിനൽ അബോർഷൻ, അതായത് അല്ലെ നമുക്കറിയാം കുട്ടികളെ കൊല്ലുന്നത് നമുക്ക് ശിക്ഷാർഹം തന്നെയാണ് അല്ലെ. ക്രിമിനൽ ആയിട്ടുള്ള അബോർഷൻ, കൊച്ചുകുട്ടികളെ തന്നെ വയറ്റിൽ വെച്ച് തന്നെ അബോർഷൻ ചെയ്ത് കളയുന്നതെല്ലാം സംശയാസ്പദമായിട്ടൊക്കെയാണെങ്കിലും അതും ഒരു ലീഗൽ മെഡിക്കൽ കേസുകൾ തന്നെയാണ്. ഇഞ്ചുറി കേസ് വേറെ ഫോർ പെയിൻ സസ്പെക്ടഡ്, അതില് അത് പറയുന്നത് എന്താണ് കൂടുതലായിട്ട് അല്ലെ നമ്മൾ എന്തെങ്കിലും മുറിവുകൾ അത് ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരി ഓക്കെ ഗ്രീഷ്മേനെ മത്സരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണയുടെ കൂട്ടത്തിലുള്ള എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, അതും എന്താണ് ഇത്തരത്തിലുള്ള സംശയാസ്പദമാക്കി അടിപിടി കേസുകളൊക്കെ ഉണ്ടെങ്കിലും മെഡിക്കൽ ലീഗൽ കേസുകളാണ്. ദെൻ ഇഞ്ചുറി കേസ് വേറെ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ചില ഇഞ്ചുറി അല്ലെ, നല്ല ആഴത്തിലുള്ള മുറിവ് കേസുകളൊക്കെ. ദെൻ അൺകോൺഷ്യസ് കേസ് വേറെ റിസൾട്ട്സ് ഓഫ് ഇഞ്ചുറീസ് അൺക്ലിയർ, അതായത് അബോധാവസ്ഥയിലാണ്, വ്യക്തത കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് രോഗി ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അൺക്ലിയർ ആണ്. അബോധാവസ്ഥയിലാണ്, വ്യക്തിക്ക് തന്നെ സ്വയം ബോധത്തോടുകൂടി പറയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ വരുമ്പോഴും അത് മെഡിക്കൽ ലീഗൽ കേസുകളാണ്. പിന്നെ ബ്രോഡ് ഡെഡ് കേസ് വേറെ ക്രിമിനൽ ഒഫൻസീവ്സ് സസ്പെക്ടഡ്, അതായത് നമുക്ക് അല്ലെ കൂടുതലായിട്ട് ഇതേമാതിരി തന്നെ ക്രിമിനൽ കുറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന മരണകാരണങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായിട്ട് വരാൻ ചാൻസ് ഉള്ള മരണകാര്യങ്ങളെല്ലാം. കേസസ് റെഫേർഡ് ഫ്രം കോർട്ട്, അതായത് കോർട്ടിന്റെ കീഴിൽ എന്തെങ്കിലും കേസുകളിലേക്ക് ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവര് മെഡിക്കൽ ലീഗൽ അതിന്റെ
രീതിയിൽ തന്നെയായിരിക്കും ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകും. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റുകൾ ഡൗട്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും പോയിന്റ് വായിച്ചു നോക്കുമ്പോ ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടോ? മെഡിക്കൽ ലീഗൽ കേസുകളിൽ ഉൾപ്പെടാവുന്ന കേസുകളാണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 10th പോയിന്റ് ചോദിക്കുന്നുണ്ട്. ഇൻജുറി കേസ് വേറെ ഫോർ പ്ലേ ഇസ് സസ്പെൻഡ്. അതായത് നമ്മളെ പ്ലേ എന്ന് പറയാ ഡിസ്റ്റ് അല്ലേ, നമ്മൾ തമ്മിൽ അടിമീയായിട്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് വരില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടിപിടി കേസുകൾ വരില്ലേ, അടിപിടി കേസുകളിൽ വരുന്ന സംശയാസ്പദമായ രീതിയിൽ ചില അടികൾ കൊണ്ടുമ്പോൾ നമുക്ക് ചില കേസുകൾ നമുക്ക് ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെയായിരിക്കും ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പക്ഷെ അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് സാധാരണ രീതിയിലുള്ള അടികൊണ്ട് കിട്ടിയേക്കുന്ന ഒരു ഇഞ്ചുറീസ് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് RTA എന്ന് പറയുന്നത് നമ്മുടെ റോഡ്, അതാണ് RTA എന്ന് പറയുന്നത്. റെയിൽവേ ആക്സിഡന്റ്, റോഡ് ട്രാഫിക് ആക്സിഡന്റ്, റെയിൽവേ ആക്സിഡന്റ്, ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ അൺനാച്ചുറൽ ആക്സിഡൻസ്. എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിക്കുക, അപകടങ്ങൾ സംഭവിക്കുക, അങ്ങനെയുള്ള കേസുകൾ അല്ലെ, റോഡ് മാർഗമൊക്കെ വഴി എന്തെങ്കിലും അപകടം സംഭവിച്ചു വരുമ്പോൾ ഈ ഒരു മെഡിക്കൽ ലീഗൽ കേസുകളുടെ രീതിയിൽ തന്നെയായിരിക്കും അപേക്ഷകനെ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോ പ്രത്യേകിച്ച് വേറെ പോയിന്റ്സ് ഒന്നുമില്ല. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇതല്ലേ, നമുക്കിപ്പോ ഇത്തിരി ചെറിയ ഫ്ലോ കൂടുതലാണ് അല്ലെ, നമുക്ക് സ്പീഡിൽ എടുക്കാൻ പറ്റും. കാരണം ആദ്യത്തെ അത് മനസ്സിലാക്കിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും നെക്സ്റ്റും നിങ്ങൾ ഇച്ചിരി കോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കുറെയൊക്കെ ആക്ടുകളാണ് ഇതിൽ വരുന്ന. ഈ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് കുറെ ആക്ടുകളുടെ കീഴിലാണ് ഈ ഓരോ ഇതുകൾ വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കാര്യത്തിനെ കുറിച്ചും അവബോധം ഉണ്ടാവണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിയമവശങ്ങളെ കുറിച്ചും ഈ ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്ക് അറിവുണ്ടായിരിക്കണം. കാരണം നിയമം വെച്ചിട്ടായിരിക്കും ഇവര് കേസുകളും കാര്യങ്ങൾക്ക് പോവുക അല്ലെ. ഇന്ന അണ്ടർ സെക്ഷൻ ദിസ് ആക്ട് 1956 1977 അങ്ങനെ ഒരു ഇയറിൽ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഓരോ ലോകൾ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഈ ആക്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എവിടെയും കേസുകൾക്ക് പോകും. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ആക്ടുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ജനറൽ ആക്ട് ഉണ്ട്, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ഉണ്ട്, അതായത് ഇതില് കുറെ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറുതെ ഒരു ഫ്ലോ ചാർട്ട് കാണിച്ചിട്ടേ ഉള്ളൂ, ഒരുപാട് ആക്ടുകൾ ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ആക്ടുകളെല്ലാം തന്നെയാണ് ഇതിനകത്തേക്ക് വരുന്നത്. എന്താണ് ജനറൽ ആക്ട് ഇതിനകത്ത് വരുന്നുണ്ട്, ജനറൽ ആക്ടിന്റെ കീഴിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതേമാതിരി തന്നെ മിസ്ലേനിയസ് ആക്ട് എന്ന് പറയുന്ന ഒരു കുറച്ച് അല്ലെ മെഡിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ദെൻ മിസ്ലേനിയസ് ആക്ടുകളുടെ കീഴിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ ആക്ടുകളുടെയും ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ആക്ടുകൾ പഠിച്ചു പോകാം. എന്താണ് നിങ്ങളത് ഇത് ചെയ്യണമെന്നില്ല. ഓക്കെ, നോക്കാം എന്താണുള്ളത്. ലെജിസ്ലേഷൻ ആപ്ലിക്കേഷൻ ടു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന കുറച്ച് നിയമാവശങ്ങൾ, അതാണ് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് നിയമവശങ്ങളെ കുറിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ടുകളെ സംബന്ധിച്ചാണ്. ജനറൽ ആയിട്ടുള്ള കുറച്ച് ആക്ടുകളിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? വ്യവസായവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കുള്ള പരിഹാര ആക്ടാണ് എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടൊപ്പം ഇത് ഹോസ്പിറ്റൽ അല്ലേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു വ്യവസായ സ്ഥാപനം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആക്ടിന്റെ കീഴിൽ അത് വരുന്നത്. ഹോസ്പിറ്റൽ കംസ് അണ്ടർ ദ ടേം
ഇൻഡസ്ട്രി, അതായത് വ്യവസായ മേഖല എന്നുള്ള ലേബലിൽ തന്നെയാണ് ഹോസ്പിറ്റലും റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ആക്ടിനെ കുറിച്ചുള്ള അവബോധം വേണമെന്ന് പറയുന്നത്. ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് 50 അല്ലെ മോർ ദാൻ 50, അതായത് 50-നേക്കാളും കൂടുതൽ, 50-യോ 50-നേക്കാളും കൂടുതലോ വരുമ്പോഴാണ് നമ്മൾ ഇത് ഇൻഡസ്ട്രി എന്ന പവറിലേക്ക് വരുന്നത്, ഒരു വ്യവസായശാലയായിട്ട് മാറുന്നത്. ഓക്കെ, അത് ഹോസ്പിറ്റൽ എന്നത് ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ആ ഇൻഡസ്ട്രി ഒരു 50 വർക്കേഴ്സിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 50-ൽ കൂടുതലോ വർക്കേഴ്സ് ഉള്ളപ്പോഴാണ് അതൊരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിലേക്ക് വർദ്ധിക്കാനായിട്ട് സാധിക്കും. ലക്ഷ്യങ്ങൾ എന്താണ്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ്. നിങ്ങളിപ്പോ ഓർക്കണം, നമുക്കറിയാലോ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്, പണ്ടത്തെ മാതിരി ഒന്നല്ല, എപ്പോഴും അടുത്തടുത്ത് തന്നെ ഹോസ്പിറ്റലാണ്. കേസ് അവർക്കെല്ലാം കുറെ ലീഗലായിട്ടുള്ള കുറെ നിയമവശങ്ങൾക്ക് ശേഷം മാത്രമേ സാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലെ. നമുക്കറിയാം, ഒരു എന്ത് സ്ഥാപനം തുടങ്ങണമെങ്കിലും അതിന് അതിൻ്റെതായ പെർമിഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരിക്കും. നമ്മള് വേറെ മറ്റൊന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഹോസ്പിറ്റലുകൾ അടുത്തടുത്ത് വന്നാലും അവരുടെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്നത് എന്താണ്, ഒരു മത്സരത്തോട് കൂടിയിട്ട് വർദ്ധിക്കുമ്പോഴാണ് അവരവരുടെ പ്രോഫിറ്റുകൾ നന്നായിട്ട് തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, മത്സരബുദ്ധി, കോമ്പറ്റീഷൻ. അപ്പൊ ഈ വ്യവസായ സ്ഥാപനങ്ങൾ തമ്മിൽ, ഈ ഹോസ്പിറ്റൽ തമ്മിൽ എന്താണ് തർക്കങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണമെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അതായത് സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി എന്ന് പറയുന്നത് സമാധാനത്തോടു കൂടിയിട്ട് അല്ലെ, നല്ല രീതിയിൽ തന്നെ വ്യവസായശാലകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അതേമാതിരി തന്നെ ഐക്യത്തോടും കൂടിയിട്ട് നല്ല സുരക്ഷിതമായിട്ട് വർദ്ധിക്കുന്നതിന് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിൽ വരുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിലാണ്. നമുക്കറിയാം, എന്ത് കേസ് ഫയൽ ചെയ്യുമ്പോഴും അത് ഏത് ആക്ടിന്റെ ആ ആക്ട് അനുസരിച്ചിട്ടുള്ള നിയമവശങ്ങളെല്ലാം നമ്മൾ നടപ്പാക്കുന്നുണ്ടോ എന്ന് ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമുക്ക് സെറ്റിൽമെന്റ് ചെയ്തു തരുന്നത്, തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത്. ക്ലിയർ ആയോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇതൊരു വ്യവസായ സ്ഥാപനം തന്നെയാണ്. 50-ൽ കൂടുതൽ വർക്കേഴ്സ് വരുമ്പോഴാണ് സാധാരണയായിട്ട് ഇത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ കീഴിൽ വരുന്നത്. ആക്ട് നിലവിൽ വന്നത് 1947-ലാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട്, എന്താണ് എന്തെങ്കിലും ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, അതേപോലെ തന്നെ സമാധാനത്തോടും നല്ല സുരക്ഷിതത്തോടും കൂടിയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ടിന്റെ കീഴിൽ നമ്മൾ ഇപ്പോ ഈ ഒരു ഹോസ്പിറ്റല് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് വായിക്കാം. ആക്ടിവിറ്റി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. 1947-ലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നേക്കുന്നത്. ഹോസ്പിറ്റലും ഒരു ഇൻഡസ്ട്രിയാണ്. 50 മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് എന്നുള്ള കാര്യം. നെക്സ്റ്റ് എന്താണ് മിനിമം വേജസ് ആക്ട് 1948. അടുത്തതാണ് മിനിമം വേജസ് ആക്ട്. ഇതെന്തായിരിക്കും? മിനിമം വേജസ് ആക്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും? അപ്പോ ഇത് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, അവരുടെ നിലനിൽപ്പ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അല്ലെ, കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കും. ഓക്കെ, എംപ്ലോയീസിന് വേണ്ടി. അപ്പൊ എന്താണ് മിനിമം വേജസ് ആക്ടിൽ പ്രധാനമായിട്ടും എംപ്ലോയീസ് ആണ്, അവിടെ ഉള്ള വർക്കേഴ്സിന് അനുകൂലമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അല്ലെ, അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് എടുത്ത് നിൽക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഈ ആക്ടിന് കീഴിലുള്ളതാവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തന്നെ കോടതിയെ സമീപിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. Minimum wages are fixed for different categories of workers, employees, Provident Fund Act 1952. അതായത് മസ്റ്റ് ആയിട്ടും അവർക്ക് ഒരു മിനിമം വേജസ് എല്ലാ തൊഴിലാളികൾക്കും അല്ലെ, ഒരു തൊഴിലാളി ഏത് കാറ്റഗറിയിലാണോ വർക്ക് ചെയ്യുന്നത് ആ കാറ്റഗറി അനുസരിച്ചിട്ട് ഒരു ബേസിക് പേ അവർക്ക് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കേണ്ടതാണ്. അതേമാതിരി തന്നെ എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952, പ്രൊവിഡന്റ് ഫണ്ട് ഒക്കെ അല്ലെ, ആ ഒരു ആക്ടിന്റെ പ്രത്യേകത എന്താണ്? പ്രൊവിഡന്റ് ഫണ്ട് കൂടി ഇവർക്ക് കൊടുക്കേണ്ടത്. അതായത് എംപ്ലോയറും എംപ്ലോയിയും ഈക്വൽ ആയിട്ട് അവരുടെ പ്രൊപ്പോർഷനേറ്റ് അനുസരിച്ചിട്ട് തന്നെ സാലറിയിൽ നിന്ന് പിടിച്ച്
അവർക്ക് അല്ലെ പ്രൊവിഡന്റ് ഫണ്ട് എപ്പോഴാണ് അനുകൂലമാകുന്നത് ആ സമയത്ത് അവർക്ക് ബൾക്കായിട്ട് അല്ലെ ഒന്നിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് ഏത് ആക്ടിന്റെ കീഴിൽ വരുമ്പോഴാണ്? എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. മിനിമം വേജസ് ആക്ടിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത്? അവർക്ക് ഒരു മിനിമം വേജസ് ഫിക്സഡ് ആയിട്ട് ഓരോ കാറ്റഗറിക്കും ഒരു മിനിമം വേജസ് മസ്റ്റ് ആയിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു തൊഴിലാളി നമ്മൾ ഒരു സ്ഥാപന ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് നമുക്ക് മസ്റ്റ് ആയിട്ട് എന്താണ് രജിസ്ട്രേഷൻ, അതായത് നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് നമുക്ക് സാധാരണ രീതിയിൽ കിട്ടേണ്ട സമയത്ത് സാലറി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കംപ്ലൈന്റ് അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ ഇന്ന ടൈം മുതൽ ഇന്ന സമയം വരെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിലാണ് എന്റെ വർക്ക് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടേണ്ട മിനിമം വേജസ് തരാനായിട്ട് ഹോസ്പിറ്റലിൽ ബാധ്യസ്ഥരാണ് എന്നുള്ളത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 എന്നുള്ളത്, അതായത് അതിൽ പ്രത്യേകമായിട്ടുണ്ട് അല്ലെ എത്തരത്തിലുള്ള പറയുന്നത് ക്യാൻ ബി അപ്ലൈഡ് ബൈ നമ്പർ ഓഫ് എംപ്ലോയീസ് 20. അതായത് 20ഓ 20ൽ കൂടുതലോ അംഗങ്ങൾ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോഴാണ്, അതായത് ആ ഒരു ഹോസ്പിറ്റലില് 20ഓ അംഗങ്ങളിൽ കൂടുതലോ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അത് മിനിമം വേജസ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൂലിക്ക് അർഹത കിട്ടും. നമുക്ക് തീർച്ചയായിട്ടും കൂലി വേണമെന്നുള്ളത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂലി കിട്ടണമെന്നുള്ളത് അനുസരിച്ചിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തും. അപ്പൊ അതാണ് പറയുന്നത് മിനിമം വേജസ് കിട്ടുന്ന. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിന്റെ കീഴിലാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ എംപ്ലോയർ ഒരു നിശ്ചിത പോർഷൻ സാലറിയുടെ ബേസ് ചെയ്തിട്ട് ഒരു നിശ്ചിത പോർഷൻ നീക്കിവെക്കാം. എംപ്ലോയിൽ നിന്നും കുറച്ച് നിശ്ചിത പോർഷൻ പിടിച്ചിട്ടുണ്ടാവണം സാലറി കൊടുക്കുന്നതോടൊപ്പം തന്നെ. അപ്പൊ ആ ഒരു രണ്ട് തുക ഈക്വലായിട്ട് കൈകാര്യം ചെയ്ത് നമ്മളുടെ എപ്പോഴാണോ പ്രൊവിഡന്റ് ഫണ്ട് കിട്ടേണ്ട സമയം ആ ടൈം അനുസരിച്ചിട്ട് ബൾക്കായിട്ട് ഒന്നിച്ച് ആ തുക കൈപ്പറ്റാനായിട്ട് എംപ്ലോയിക്ക് അവകാശമുള്ളതാണ്, തൊഴിലാളിക്ക് അവകാശമുള്ളതാണ്. Then employer is needed to recover from its employees at stipulated rate, donate an equal amount as employers share and credit the fund regularly with the government. അതാണ് ആ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ടിൽ വരുന്നത്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ് രണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. മിനിമം വേജസ് ആക്ട് 1948 എന്നുള്ളത് മിനിമം വേജസ് ഫിക്സഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്, അതാണ് ഒരു പോയിന്റ് ആണ്. Then Employees Provident Fund Act 1952 കീഴിലുള്ള ഒരു പോയിന്റ് വൈസ് ആണ് എംപ്ലോയർ is needed to recover from its employee at a stipulated rate, donate an equal amount as employers share and credit the fund regularly with the government. അത് റെഗുലർ ആയിട്ട് ഗവൺമെന്റ് ഇതിനോട് ചേർന്ന് തന്നെ അവര് എന്താണ് ക്രെഡിറ്റ് ചെയ്ത് കൊണ്ടുപോവേണ്ടതാണ്. അതായത് എംപ്ലോയറും ഒരു നിശ്ചിത പൊസിഷൻ ഇടണം, ദെൻ അവിടെയുള്ള എംപ്ലോയിയുടെ സാലറിയുടെ ഒരു നിശ്ചിത വിഹിതം പിടിച്ചിട്ട് അവരുടെ സാലറിയിൽ നിന്നാണ് അത് പിടിച്ചിട്ട് കുറച്ച് നിശ്ചിത വിഹിതം അത് ഒന്നിച്ച് അവർ നിക്ഷേപിക്കേണ്ടതാണ്. അത് ആ സമയമാകുമ്പോൾ അവർക്ക് എപ്പോഴാണോ അനുകൂലമായിട്ട് വരുന്നത് അതനുസരിച്ചിട്ട് ആ ടൈം എപ്പോഴാണോ അതനുസരിച്ചിട്ട് പ്രൊവിഡന്റ് ഫണ്ട് അവർക്ക് കൊടുക്കേണ്ടത് ബൾക്കായിട്ട് ഒന്നിച്ച് കൊടുക്കേണ്ടതാണ്. അതാണ് 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. Then can be applied when number of employees 20 more than 20, അതായത് 20 ഒക്കെ കൂടുതലാവുമ്പോഴാണ് ഇതിന്റെയൊക്കെ കീഴിൽ വരുന്നത്. Then non compliance is punishable by imprisonment. അതായത് ഇൻ കേസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ അല്ലെ PF ഒന്നും കൃത്യമായിട്ട് അനുവദിച്ചില്ല കിട്ടിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പണിഷ്മെന്റ് ഒക്കെ വരാം. എംപ്ലോയർക്ക് അത് നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ജയിൽ ശിക്ഷ വരെ അല്ലെ ഇംപ്രിസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജയിൽ ശിക്ഷ വരെ എംപ്ലോയറിന് അനുഭവിക്കേണ്ടതായിട്ട് വരും. മര്യാദയ്ക്ക് കൃത്യമായിട്ട് അവർ PF ഒന്നും കൊടുത്തില്ല എങ്കിൽ. അതായത് കേസ് ചാർജ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ കണ്ടു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും നെക്സ്റ്റ് മിനിമം വേജസ് ആക്ട്. ഈ മിനിമം വേജസ് ആക്ടിൽ തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1962 കൂടി കണ്ടായിരുന്നു. ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതിന്റെയൊക്കെ കീഴിൽ ഈ ആക്ടിന്റെ കീഴിൽ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടാവും, ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് പഠിക്കാൻ 2-3 പോയിന്റ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
നിങ്ങൾക്ക് ജസ്റ്റ് അവയർനെസ് അത്രയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ. ഇനി ഇതില് അടുത്തത് ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ആക്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കണ്ടിന്യൂ ചെയ്തോട്ടെ. Then payment of a bonus act 1965. അതായത് ബോണസ് ആക്ട് ഇതേമാതിരി തന്നെ നമ്മുടെ കണ്ടത്. ബോണസ് ആക്ട് ആർക്കായിരിക്കും ഫേവറബിൾ ആയിട്ട് വരുന്നത്? ബോണസ് ആക്ട് ആർക്കാണ്? ആർക്കാണ് ബോണസ് ആക്ട് അനുകൂലമായിട്ട് വരുന്നത്? എംപ്ലോയീസ്. ഓക്കെ, അത് എംപ്ലോയിക്ക് തന്നെയാണ് അനുകൂലമായിട്ട് വരുന്നത്. അതായത് ബോണസ് നിശ്ചിത കാലം നമുക്കറിയാം, ഇന്ന മാസം എന്ന് പറയും, ഇന്ന മാസമൊക്കെ ജോലിക്കാർക്ക് ജീവനക്കാർക്ക് ബോണസ് അനുവദിക്കേണ്ടത് മസ്റ്റ് ആയിട്ടുണ്ട്. അത് എന്താണ് 1965 ആണ് ഈ ആക്ടിന്റെ കീഴിലാണ് അത് പറയുന്നത്. എന്താണ് ക്യാൻ ബി അപ്ലൈഡ് ബൈ നമ്പർ ഓഫ് എംപ്ലോയീസ് 14 അബോവ്. അതായത് 40 കൂടുതലോ അംഗങ്ങളാവുമ്പോഴാണ് ബോണസ് ആക്ടിന് നമുക്ക് അർഹതപ്പെടാനുള്ളത്. അതായത് അത്രയും ജീവനക്കാരുണ്ടെങ്കിൽ ബോണസ് കിട്ടാനായിട്ടുള്ള അർഹത ഓരോ എംപ്ലോയിക്കും ഉണ്ട്. ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് ആണ് സെപ്പറേറ്റ്. അതായത് ചാരിറ്റബിൾ ഹോസ്പിറ്റലൊക്കെ ചില സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി ചെയ്യുന്ന ചില ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബോണസിന് അനുമതിയില്ല. അവർ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചാരിറ്റബിൾ പർപ്പസിന് മാത്രമായിട്ടായിരിക്കും അവർ തുടങ്ങുന്നത്. അപ്പൊ അവർക്കൊന്നും എന്താണ് ഇത്തരത്തിലുള്ള ബോണസ് അനുവദനീയമല്ല. അല്ലാതെ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി അല്ലാതെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാർക്കും 40 കൂടുതൽ അംഗങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് ബോണസുമായി അനുകൂലം നടപടികൾ ഉണ്ടാവേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. ബോണസ് ഒക്കെ എപ്പോഴാണ് കൊടുക്കുന്നത്? എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷണലി എന്തെങ്കിലും അല്ലെ, നമ്മള് ഓണം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ടൈമുകളിലൊക്കെയാണ് ബോണസ് ഒക്കെ. അതായത് ഇതനുസരിച്ചിട്ട് നമുക്ക് ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണ് ബോണസ് അവർക്ക് അനുവദിക്കുന്നത്. അത് കിട്ടാനുള്ള അർഹത അവിടുത്തെ എംപ്ലോയീസിനുണ്ട്. 40 കൂടുതൽ അംഗങ്ങളുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ. പക്ഷെ അവിടെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത ഒരു പോയിന്റ് പറയുന്നുണ്ട്, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ ബോണസിന് അർഹതയില്ല. അടുത്ത പോയിന്റ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. നിങ്ങൾ ഇങ്ങനെ ഇയേഴ്സും കൂടി ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തില്ല, ചിലപ്പോൾ റയറായിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താണ് ബോണസ് ആക്ട്? ഓക്കെ, നിർത്തി പോകുമ്പോഴേ. അപ്പൊ ഗ്രാറ്റുവിറ്റി ജോലി നിർത്തി പോകുമ്പോൾ ഇതേമാതിരി തന്നെ ഗ്രാറ്റുവിറ്റി കിട്ടാൻ എംപ്ലോയീസിന് അർഹതയുള്ളതാണ്. Gratuity is payable to employees at 15 days pay for every completed year of service at the time of his or her superannuation or death. അതായത് നമ്മൾ വിരമിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ടുകൊണ്ട് പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ഗ്രാറ്റുവിറ്റിക്ക് അർഹതപ്പെടുന്നത്. ഒരു 15 ഡേയ്സ് അവരുടെ സാലറിയുടെ ഒരു 15 ദിവസത്തെ സാലറി ഇൻകം കണക്കാക്കിയിട്ടാണ് ഗ്രാറ്റുവിറ്റി അവർക്ക് കൊടുക്കുന്നത്. എംപ്ലോയീസ് 10 ഇവിടെ പറയുന്നുണ്ട് 10 അതിൽ കൂടുതലോ അംഗങ്ങളായിട്ട് വർക്ക് ചെയ്തു പോകുന്ന സ്ഥാപനമാണെങ്കിൽ ഗ്രാറ്റുവിറ്റിക്ക് അവിടുത്തെ എംപ്ലോയീസിന് ആർമി ആണെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടും. ഈ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 പറയുന്നുണ്ട് എംപ്ലോയീസ് 10 അതിൽ കൂടുതൽ അംഗങ്ങൾ വരുമ്പോൾ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുള്ളതാണ്. Can be applied 5 years service completed workers. സാധാരണയായിട്ട് 5 വർഷം കഴിയുമ്പോഴാണ് ഒരു അവിടെ ആ സ്ഥാപനത്തിൽ നമ്മൾ 1 വർഷം കയറിയിട്ട് അടുത്ത വർഷം പിന്നെ വേറെ പ്ലേസിലേക്ക് പോയിട്ട് ഗ്രാറ്റുവിറ്റി അവിടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകാര്യമാവില്ല. 5 വർഷമെങ്കിലും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തൊരു പേഴ്സൺ ആണെങ്കിലാണ് ഗ്രാറ്റുവിറ്റിക്ക് ആ വ്യക്തി അർഹതപ്പെടുന്നത്. Then 1 year in case ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ 1 വർഷം വർക്ക് ചെയ്താലും മതിയാവും. ഗ്രാറ്റുവിറ്റിക്ക് ആ വ്യക്തി അർഹതപ്പെട്ടതാണ്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി കിട്ടും എന്നുള്ളത് അർഹതപ്പെട്ടതാണെന്ന് പറയുമ്പോൾ അതായത് ആ വ്യക്തിക്ക് അത് കിട്ടേണ്ടതാണ്. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് ചെറിയ പോയിന്റ്സേ ഉള്ളൂ, നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവും. എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, മെസ്സേജ് ചെയ്യാം. അപ്പൊ നമുക്ക് 1-2 പോയിന്റ് എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം.
പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ഇതാണ്. ഇത് മറ്റൊരു ആക്ട് ആണ്. 1936 വേജസ് ആക്ട് ആണ്. ഇതിൽ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോ ഓൾ ഡീറ്റെയിൽസ്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ മസ്റ്റ് ആയിട്ടും അവർ കാണിച്ചു തരേണ്ടതാണ് എന്തൊക്കെ സാലറിയുമായി ബന്ധപ്പെട്ട വേജസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അല്ലെ. ഇത്ര സമയം സ്റ്റാർട്ട് ചെയ്ത് ഇത്ര സമയം കഴിയുമ്പോൾ ഇത്രയും കൂലിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓവർ ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര കൂലി കൊടുക്കണം. അതല്ലെങ്കിൽ അല്ലെ ആബ്സെന്റ് വരെയാണെങ്കിൽ ലീവ് വിത്ത് സാലറി ആണോ അല്ലയോ എന്നുള്ളതെല്ലാം, അതായത് വേജസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും മസ്റ്റ് ആയിട്ടും അവിടെ കാണിച്ചിരിക്കണം എന്നുള്ളത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന്റെ കീഴിലുള്ള ഇതിൽ വരുമ്പോൾ അവിടെ മസ്റ്റ് ആയിട്ടും ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിംഗ് ഫസ്റ്റ് 7 days ഓഫ് മന്ത്. ഓരോ മാസത്തിന്റെയും അല്ലെ 7 days ആവുമ്പോഴേക്കും മസ്റ്റ് ആയിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് മസ്റ്റ് ആയിട്ടും കൂലി കൊടുത്തിരിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ആക്ടിൽ വരുന്നത്. അതായത് വേജസ് ആക്ടിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേജസുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തർക്കങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാരണം കൊണ്ട് ചെന്നതിന് പകരം തന്നെ അവിടെ ഓൾറെഡി വേജസുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസും ഓരോ സ്ഥാപനവും അവിടെ കൃത്യമായിട്ട് തന്നെ ഷോ ചെയ്ത് അല്ലെ കാണിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല എന്താണ് ഓരോ മാസവും ഓരോരുത്തർക്കും അർഹതപ്പെട്ട സാലറി 7 daysനൊപ്പം കൊടുക്കണം എന്നുള്ളതാണ് ഈ ആക്ടിന്റെ കീഴിൽ വരുന്ന നിയമം. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 സാലറി സ്റ്റേറ്റ്മെന്റ്. അതെ, അതാണ് ഒരു എന്താ പറയാ മറ്റേ പേരിൽ പറഞ്ഞ വൺ പേരിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാലറി സ്റ്റേറ്റ്മെന്റ്. Then എന്താണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. അത് ആർക്കായിരിക്കും അനുകൂലം? അവിടെയുള്ള തൊഴിലാളികൾ ഏത് സ്ഥാപനമാണ്? ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ തൊഴിലാളികൾക്ക് ആയിട്ടുള്ള ഇൻഷുറൻസ് പാക്കേജ് ആണ് എന്തായാലും ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അതായത് മെഷർ ഓഫ് എ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. തീർച്ചയായിട്ടും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടല്ലേ സാമൂഹ്യ ആരോഗ്യപരമായ ഇൻഷുറൻസ് അത് അളക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഓരോ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ ESI ഒക്കെ പോലെ തന്നെ ഇൻഷുറൻസ് നമ്മൾ കൊടുക്കണം. തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ ആ ആക്ടിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ നമുക്കറിയാലേ ചില ഹോസ്പിറ്റലിൽ ESI അത് അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ മക്കളുകൾ അല്ലെ അവരുടെ എംപ്ലോയിയുടെ റിലേറ്റീവ്സ് സ്വന്തം ബ്ലഡ് റിലേഷൻസ് ഒക്കെ അവിടെ ആ ഒരു ഇൻഷുറൻസിന്റെ ഇതിലായിരിക്കും ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്തു പോകും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് കൃത്യമായിട്ട് ആവുന്നിരിക്കേണ്ടതാണ്. അതായത് ഒരു വ്യക്തി ഇപ്പൊ എത്ര ആ വ്യക്തിയുടെ മക്കൾ എത്രയാണ്, ഹസ്ബൻഡ് അതുമായി അല്ലെങ്കിൽ പാരന്റ്സ് അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇത് മെഷർമെന്റ് അവർ നേരത്തെ കൂട്ടി എടുക്കേണ്ടതാണ്. ഓരോ എംപ്ലോയീസിന്റെയും മെഷർമെന്റ് എടുക്കണം. മെഷർ സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗെയിൻസ്റ്റ് സിക്നെസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇൻജുറി. അതായത് എന്തെങ്കിലും ഇൻജുറീസ് അല്ലെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, കുറച്ച് നേരം എന്തായാലും നമ്മുടെ ടൈം ഓവർ ആയി. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷുറൻസ് ആക്ട്. എനിവേ ഇതുവരേക്കും പേയ്മെന്റ് വേജസ് ആക്ട് വരെ നിങ്ങൾ ഓക്കെ അല്ലേ? ഇനി നമുക്ക് സ്പീഡിൽ പോവാൻ നോക്കാം. കാരണം വലിയ പ്രശ്നമില്ലാത്ത ടോപ്പിക് ആളാണ് ഇനിയുള്ളത്. നിങ്ങൾ കൂടെ കോപ്പറേറ്റ് ചെയ്താൽ നമുക്ക് താങ്ക് യു.